ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതും ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിട്ടില്ല, ഉടനെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ടോ, നോൺ ടീച്ചിങ് പോസ്റ്റുകൾ വരുന്നുണ്ടോ, അതെവിടെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒരുവിധമുള്ള എല്ലാത്തിലും നമ്മുടെ KV കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂള്, ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡ് സ്കൂളുകൾ, സൈനിക് സ്കൂളുകൾ, ഇവിടെയൊക്കെയുള്ള എല്ലാ ആർമി പബ്ലിക് സ്കൂള്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നോൺ ടീച്ചിങ് വേക്കൻസികളും നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ 28 സ്റ്റേറ്റുകളിലുമുള്ള ടീച്ചിങ് നോൺ ടീച്ചിങ് കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒന്നാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാം, അതായത് നമുക്ക് മാർച്ചിൽ വിളിച്ച അതിന്റെ എക്സാം 7/2024 എന്നുള്ള കാറ്റഗറി നമ്പറിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ച ടീച്ചിങ് ലെവൽ എക്സാംസിന്റെ ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുന്നേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സെപ്റ്റംബർ മാസം 10, 11, 12 തീയതികളിലായിട്ടാണ് എക്സാംസ് വരുന്നത്. അപ്പൊ അതിന്റെ ഹോൾ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കാം, എങ്ങനെ എടുക്കാം, അതിന്റെ ഇന്റിമേഷൻ ലെറ്റർ എപ്പോഴും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഓക്കെ, അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ RRB റെയിൽവേ ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, റെയിൽവേ തന്നെ ഡിഗ്രി പഠിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ നോൺ ടെക്നിക്കല് ഡിഗ്രി ലെവല് റെയിൽവേ വിളിക്കാറുണ്ട്. അത് കൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ പോസ്റ്റ് ആയിട്ട് റെയിൽവേ ഇപ്പോൾ ഉടനെ തന്നെ നോട്ടിഫൈ ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് അതൊരു ഇന്റിമേഷൻ ലെറ്റർ മാത്രമാണ് നിങ്ങളെ അറിയിക്കുന്നത്, പത്രത്തിൽ വന്ന വാർത്ത ഉൾപ്പെടെ. ഓക്കെ, എല്ലാ സോണുകളിലേക്കും റെയിൽവേ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും കാണുന്നവർ, നിങ്ങളുടെ കയ്യിലേക്ക് ആരുടെ കയ്യിലേക്കാണ് വീഡിയോ എത്തുന്നത്, അവർ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒത്തിരി പേരിലേക്ക് ഈ കാര്യങ്ങൾ ഇത് അറിഞ്ഞുകൂടാത്തവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ല. ഓക്കെ, ഒരു കാരണവശാലും റവന്യൂ എന്ന് പറയുന്ന സംവിധാനമേ നമ്മുടെ ചാനലിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന RRB റെയിൽവേ ടീച്ചറിന്റെ കോഴ്സ് KVS, NVS, EMRS, D++B, AEES 2 E ഉണ്ട് കേട്ടോ. അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നാണ് കേട്ടോ. CTET, LPUP ലോങ് ടേം, KTET, HSST, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ്, ഇത്രയും കോഴ്സുകളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ കോളിലൂടെയോ ചോദിക്കാവുന്നതാണ്. 77 36 75 04 73 പറയുന്ന ഈ നമ്പർ വഴി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് 4/2025 കേട്ടോ. 24 അല്ല, 25, 4/2025 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ആണ്. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ദ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്ഷൻ കൺട്രോളർ. ഓക്കെ, പോസ്റ്റിന്റെ പേര് സെക്ഷൻ കൺട്രോളർ എന്നാണ്. സെക്ഷൻ കൺട്രോളർ ഗിവൻ ദ ടേബിൾ ബിലോ. ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ 14/10/2025. ഓക്കെ, 14/10/2025 ആണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ത്രൂ ദ ഓൺലൈൻ മോഡ് ഓൺലി. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ എല്ലാ സോണുകളിലേക്കും റെയിൽവേ സോണിലേക്കും വരുന്നതായിരിക്കും. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് 15-ാം തീയതിയാണ്. 15/9/2025 ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങളുടെ റെയിൽവേയുടെ സൈറ്റ്, ഓരോ സോണിലെ സൈറ്റുകളിലും ഓപ്പൺ ആകത്തുള്ളൂ. മുൻകൂട്ടി അറിയിച്ചെന്നേ ഉള്ളൂ, മറന്നു പോകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ഒരു ഇന്റിമേഷൻ ലെറ്റർ ആണ്, ഒരു ഇന്റിമേഷൻ ആണ് നിങ്ങൾ അറിയിക്കുന്നത്. ഇത് 15/9/2025 റെയിൽവേയുടെ സോണുകളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഇതിന്റെ ഒരു
എന്താ പറയാ വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും, ഒന്നും കൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ കരുതിയിരിക്കുക, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ പഠിക്കുക. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് 14/10 ഓക്കെ, ഏകദേശം ഒരു മാസത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് അപ്ലൈ ചെയ്യാനും തെറ്റിരുത്താനൊക്കെയുള്ള സംവിധാനങ്ങൾ. ഓക്കെ, അപ്പൊ പോസ്റ്റ് സെക്ഷൻ കൺട്രോളർ എന്നാണ് പോസ്റ്റിന്റെ പേര്. സെക്ഷൻ കൺട്രോളർ എന്നാണ്. പേ ലെവൽ 7th PC ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2. ഓക്കെ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന A2. ഏജ് 20 to 33 ഏജ് കൊടുത്തിരിക്കുന്നത്. 1/1/2026 വെച്ചിട്ടാണ് ഡേറ്റ് കണക്കാക്കുന്നത്. ടെൻഡേറ്റീവ് വേക്കൻസി 368 വേക്കൻസീസ് ആണ്. ഓക്കെ, 368 വേക്കൻസീസ് ആണ് ഇതിലിപ്പോ വിളിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു പോസ്റ്റാണ്, നല്ലൊരു അവസരമാണ്. ഡിഗ്രി ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. എല്ലാ സോണിലേക്കും ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഇപ്പൊ ചെയ്തിരിക്കുന്നത്, ഒന്ന് ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും റെയിൽവേയുടെ ടീച്ചർ എക്സാം എഴുതാതിരിക്കുന്നവരൊക്കെ നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സുകളിലൊക്കെ കയറുക, അറ്റൻഡ് ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. എനിവേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.